അവിടെ ശ്രീ വിനു കിരീത്, എന്തുകൊണ്ടാണ് ഈ ഇന്നത്തെ ആസിഫ് അലിയുടെ വളരെ ഹ്രസ്വമായ സംഭാഷണം ഇത്രയധികം ചർച്ചയാവുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണ ഒരാളെ അപമാനിച്ചാൽ തിരിച്ച് അതിന്റെ 10 തിരികെ പറയുക അല്ലെങ്കിൽ തിരികെ ചെയ്യുക, ഇതാണ് നമ്മുടെ ഒരു സാമ്പ്രദായികമായ രീതി. നമ്മൾ ടെലിവിഷനിലും ഒക്കെ അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കാലുഷ്യം നിറഞ്ഞ, അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നിറയുന്ന, ഇനി സ്നേഹത്തിൽ പറയുമ്പോഴും അതിന് കൂടുതൽ ഒരു കുത്തു കൊടുക്കുന്ന തരത്തിലുള്ള വ്യവഹാരങ്ങൾ കണ്ടു പരിചയിച്ച് നമുക്ക് ഒരാൾ വളരെ കാര്യമായി, വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന് തെറ്റുപറ്റിയതല്ല, ആ ഒരു നിമിഷത്തിന്റെ കാര്യമാണ് എന്ന് പോലും പറയുന്ന നിലയിലേക്ക് വരുന്നത് അത്ഭുതകരമായി തോന്നി. എനിക്കത് അത്ഭുതകരമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ചർച്ച ഒരു മണിക്കൂർ നടത്താമെന്ന് ഇന്ന് തീരുമാനിച്ചത് പോലും. നോക്കൂ, എളിമയാണ് ഒരു കലാകാരനെ വലിയവനാക്കുന്നത്. അത് യാതൊരു സംശയമില്ല. നമ്മൾ ഒരുപാട് സിനിമകൾ, ശങ്കരാഭരണം എന്ന് പറഞ്ഞ സിനിമ എടുത്താലും, ഭരതം എന്ന സിനിമ എടുത്താലും, സാഗരസംഗമം എടുത്താലും, അതിനകത്തൊക്കെ അഹങ്കാരം കൊണ്ട് നശിക്കുന്നവരുടെ കഥയാണ്. നമുക്ക് നിത്യജീവിതത്തിലും അറിയാം. അഹങ്കരിച്ച കലാകാരന്മാരെല്ലാം തകർന്നിട്ടേ ഉള്ളൂ. അഹങ്കാരം ഒന്നിനും ഒരു പോകുംവഴിയല്ല. ആരും വലിയവനായിട്ടല്ല ജനിക്കുന്നത്, ആരും ചെറിയവനായിട്ടും അല്ല ജനിക്കുന്നത്. ഞാൻ വലുത് തന്നെയാണ്. അപ്പോൾ ഞാൻ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജോസ് തോമസ് എന്നൊരു സംവിധായകനുണ്ട് ഈ പരിപാടി ചെയ്യാനായിട്ട്. നമ്മൾ ആസിഫ് അലിയുടെ ഇവരും തമ്മിൽ പറഞ്ഞു തീർത്തു, ശരിയാണ്. പക്ഷെ ഒരു ടോട്ടൽ അവിടെ ഇരുന്ന ക്രൗഡിനെ ഉൾപ്പെടെ വേദനിപ്പിച്ചത് പണ്ടാണെങ്കിൽ അത് 2 ദിവസം കഴിയുമ്പോൾ പോകും. ഇന്ന് ഈ യൂട്യൂബ് എന്നൊരു സാധനം കിടക്കുകയാണ്. ലൈഫ് ലോങ് ഈ വീഡിയോ ഇവിടെ കിടക്കും. രമേശ് നാരായണൻ എന്ന വ്യക്തി ഇനി റോഡിലിറങ്ങിയാലും ഇതുടനെ ആ വിഷ്വൽ മനസ്സിൽ വരും. അദ്ദേഹം ഒരു ഫംഗ്ഷന് പോയാലും മനസ്സിൽ വരും. ഈ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്ന ജോസ് തോമസിനോട് അദ്ദേഹത്തിന് പോയി പറയാമായിരുന്നു, ഞാൻ ഈ അവാർഡ് മേടിക്കുന്നില്ല. അതിന് പകരം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നു മൊത്തം. ജയരാജ് ഇവിടെ വരൂ, എനിക്ക് അവാർഡ് തരൂ. എത്രയാലും നോക്കുക, അദ്ദേഹത്തിന് 64 വയസ്സ് കഴിഞ്ഞു. ഇതൊരു ആസിഫ് അലി വളരെ ചെറുപ്പക്കാരനായ ഒരു നടൻ. ഒരിക്കലും നമ്മൾ വളരെ ഇതായിട്ട് പറയണേ, ആസിഫ് അലിയുടെയൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ആൾക്കാർ വരുന്നത് ആസിഫ് അലിയെ ഹീറോ ആയതുകൊണ്ടാണ്. അല്ല, രമേശ് നാരായണൻ്റെ പാട്ടുണ്ട് ഈ പടത്തിന് പോകാമെന്നുകൊണ്ട് ആരും പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് ഇളയരാജ, AR റഹ്മാൻ, ഈവൻ നോക്കത്താ ദൂരത്ത് കണ്ടുന്നിട്ടൊക്കെ ഫാസിൽ ആ ഒരു ടീമിൻ്റെ, ബിച്ചു ചേട്ടൻ്റെ ഒക്കെ ആ ഒരു ടീമിൽ പാട്ടുകൾ കൊണ്ട് ഹിറ്റായിട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പിക്നിക്കൊക്കെ അങ്ങനെയാണ്. ഇദ്ദേഹം കർണാട്ടിക് മ്യൂസിക് വളരെ സ്റ്റാൻഡേർഡായിട്ട് മ്യൂസിക് ചെയ്യുന്ന നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ഈ അഹംഭാവം എന്ന് പറയുന്നത് മനുഷ്യന് നല്ലതല്ല. ഇന്നലെ ആ വേദിയിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ വളരെ വേദനിപ്പിച്ചതാണ്. എനിക്ക് മാത്രമല്ല, അവിടെ ഇരുന്ന അതിൽ ഇന്ദ്രജിത്തിൻ്റെ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ അറിയാം. ആസിഫ് അലി അവിടെ നിരപരാധിയല്ലേ? പുള്ളിയാണോ ഇതിൻ്റെ സംഘാടകൻ? പക്ഷേ ആസിഫ് അലി ഇപ്പോൾ സോറി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്, ഞാനിതൊന്നും വിഷയമാക്കുന്നില്ല എന്നുള്ള വലിയ മനസ്സ്. നോക്കൂ, പണ്ട് ഈ രമേശ് നാരായണൻ പണ്ഡിറ്റൊക്കെ ആവുന്നതിന് മുമ്പേ എനിക്കറിയാം. 2006 ഇവിടെ ഒരു വലിയ ചാനലിൻ്റെ പ്രോഗ്രാം ചെയർമാൻ ഞാനായിരുന്നു. ആ ചാനലിപ്പോൾ ഇല്ല, ആദ്യം രാജിവെച്ച് പോയത് ഞാനാണ്. ഭാരത് TV എന്നാണ് ചാനലിൻ്റെ പേര്. തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ ആദ്യമായി ഡൂം കെട്ടി. ഞാൻ ഒറ്റ കണ്ടീഷൻ പറഞ്ഞു, ഗാനമേള പറ്റില്ല, സിനിമാറ്റിക് ഡാൻസ് പറ്റില്ല. ആ കണ്ടീഷനിലാണ് ഞാൻ ആ പ്രോഗ്രാം വെക്കുന്നത്. സൂര്യ കൃഷ്ണമൂർത്തിയാണ് പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാനും അദ്ദേഹം കൂടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പങ്കജ് ഉദാസ്, KS ചിത്ര, ശോഭന, പത്മ സുബ്രഹ്മണ്യം, ഇതുപോലെയുള്ളവരുടെ കൂടെ, അത് ഓൾ ഇന്ത്യൻ ആർട്ട് ഫോംസ്, എല്ലാ ആർട്ട് ഫോംസും കൊണ്ടുവരാം. എത്ര പൈസ അവിടെ നോക്കണ്ട. അങ്ങനെ ആദ്യമായി തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ ഡൂം കെട്ടുന്നത് ഞാനാണ്. ടോയ്ലറ്റ് വരെ, ഡ്രസ്സിംഗ് റൂം വരെ, ബെഡ്റൂം വരെ അടുത്ത് സെറ്റ് ചെയ്തു. അങ്ങനെയായിരുന്നു ഞങ്ങൾ അവർക്ക് ആ ഒരു പ്രോഗ്രാം. അന്ന് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ രമേശ് നാരായണൻ എന്നൊരു വ്യക്തിന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആൾ. ഒരുപാട് കലാകാരന്മാരെ കൈ പിടിച്ച് കയറ്റിയൊരു വ്യക്തിയാണ് സൂര്യ കൃഷ്ണമൂർത്തി. സൂര്യ കൃഷ്ണമൂർത്തി എന്നോട് പറഞ്ഞു, വിനു, ഇതിനകത്ത് രമേശ് നാരായണന് കുറച്ച് സംഗീതം ചെയ്യാൻ. അപ്പോൾ MG രാധാകൃഷ്ണൻ ചേട്ടനും ദർശൻ രാമനും നമ്മുടെ തങ്കരാജുമാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാട്ട് പുള്ളിയും ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രമേശ് നാരായണനെ അന്ന് അറിയില്ല. അന്ന് പുള്ളി അത്രയും പോപ്പുലർ അല്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഒരു എമൗണ്ട് പറഞ്ഞു, അതെല്ലാം കൊടുത്ത് റെക്കോർഡിങ് കഴിഞ്ഞു. പരിപാടി തുടങ്ങണേൻ്റെ അന്ന് പറയുകയാണ്, തലേ ദിവസം പുള്ളി ഒരു പാട്ട് പാടും. നല്ല കാര്യം. അപ്പം നമ്മൾ പറഞ്ഞിരിക്കണം സിനിമാ പാട്ടല്ല, എല്ലാം പാട്രിയോട്ടിക് സോങ്സ് മാത്രം. ഹിന്ദിയുണ്ട്, മഞ്ചേരിയുണ്ട്, സയനോറയുണ്ട്, ട്രിവാൻഡ്രം കൃഷ്ണകുമാറുണ്ട്, KS ചിത്രയുണ്ട്. ഇങ്ങനെ സമയമായപ്പം പരിപാടിക്ക് പങ്കജുദാസും എല്ലാം എത്തി. സുനിൽ ഷെട്ടിയെ, നമ്മുടെ അന്തരിച്ചു പോയ സംഗീത് ശിവനാണ് എനിക്ക് ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. സമയത്ത് അരമണിക്കൂർ മുമ്പ് കൃഷ്ണമൂർത്തി അദ്ദേഹം എന്നോട് പറയുന്നു, വിനു, നിങ്ങൾ റേറ്റൊക്കെ സംസാരിച്ചല്ലേ, രമേശ് നാരായണൻ എന്തോ താങ്കളോട് പറയണം. ഞാൻ പുറത്തു ചോദിച്ചാൽ, എൻ്റെ രമേശ്, അത് എനിക്ക് എത്രയാണ് പറഞ്ഞാൽ, അവന് 10,000 ഒരു പാട്ടിന്. അത് പോരെ, എനിക്ക് 25 രൂപ വേണം. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അതെൻ്റെ മോളും കൂടെ പാടുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരെ ഞാൻ പറഞ്ഞു, മോള് പാടാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ലിസ്റ്റിലും ഇല്ല, ഒന്നുമില്ല. അല്ല, അതിപ്പോൾ എന്തായാലും എനിക്ക് 25 കിട്ടണം. എന്നാൽ നിങ്ങളും പാടണ്ട. ഞാൻ മര്യാദയ്ക്ക് സ്റ്റേജ് പോയി, കാരണം 10 മിനിറ്റേ ഉള്ളൂ പ്രോഗ്രാം തുടങ്ങാൻ. ഇത് സൂര്യ കൃഷ്ണമൂർത്തി ചോദിച്ചാൽ അറിയാം.
സൂര്യകൃഷ്ണമൂർത്തിയാണ് ഇദ്ദേഹത്തെ ഇന്ന് തിരുവനന്തപുരത്തുകാർക്ക് ഇദ്ദേഹം കൂത്തുപറമ്പുകാരനാണ്. അവിടുന്ന് തിരുവനന്തപുരത്ത് വന്ന് പണ്ട് തരങ്കിണി ഞാനൊക്കെ സ്ഥിരം അറിയാലോ, ബൈജു, ഞങ്ങൾ ഷാജി കൈലാസ്, ഞങ്ങൾ വഴുതക്കാട്ടൊരു ഗ്യാങ്ങാണ്. ഇദ്ദേഹം അതുവഴി പോകുന്നതും ഒക്കെ കണ്ട് അതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിലൊക്കെ ഒരുപാട് സന്തോഷിച്ചവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ അന്ന് ആ പരിപാടിയും പുള്ളി കുളമാക്കിയിരുന്നെങ്കിൽ നമുക്കൊരു പരിപാടി ഏറ്റവും മനോഹരമാക്കുക കലാകാരൻ, അത് നമ്മൾ വളരെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ സംഘാടനം എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇപ്പോൾ ഈ ചാനലിലിരിക്കുന്ന അഭിലാഷിന് ഇവിടെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഭയങ്കര എത്രയോ പേരുടെ പ്രയത്നമാണ്. അതാണ് ജോസ് തോമസിനെ ഞാൻ ഇന്ന് വിളിച്ചപ്പോൾ ജോസ് തോമസ് പറഞ്ഞു, വിനു എന്നെ തലേദിവസം ഏൽപ്പിച്ചൊരു പ്രോഗ്രാം, അത് മാക്സിമം നന്ന, പ്രത്യേകിച്ച് MT വാസുദേവൻ സാർ എന്ന ഭാരതം ആദരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഉള്ള ഒരു ചടങ്ങിനെ പുള്ളി കയറി ഡയറക്റ്റ് ചെയ്തു, ഇവിടെ വാ എന്നിട്ട് തിരിച്ചു പിടിക്കേ, എന്തൊരു ആ വിഷ്വൽസ് ഒന്ന് കണ്ടുപോയിക്കേ. ജയരാജ്, പക്ഷേ എനിക്ക് തോന്നുന്നു ജയരാജിൻ്റെ ആംഗിളിൽ ഈ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന ഒന്നും കണ്ടിരിക്കാൻ സാധ്യതയില്ല. നോക്കൂ, അദ്ദേഹത്തിന് കാല് സ്വാധീനമില്ല, അത് ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കാം. 2 കൈക്കും സ്വാധീനക്കുറവില്ലല്ലോ, ഒരു കൈ കൊണ്ട് അത് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ജയരാജിൻ്റെ കയ്യിൽ നിന്ന് 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നു. സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്നത്. ആരോടും ഇത് ചെയ്യരുത്. അതിവിടെ അവസാനിച്ചെങ്കിൽ പോലും ആരോടും ആ വിഷ്ണു ഒരു കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് അയാളുടെ മുഖത്ത് പോലും നോക്കാതെ ഇവിടെ ഒരു ജയരാജ് നിങ്ങൾ എനിക്ക് തരൂ. നോക്കൂ, കലാകാരന് വലിപ്പ ചെറുപ്പമില്ല. ഇതൊരു 5 ലക്ഷം രൂപയുടെ ഒരു ഫലകം ക്യാഷ് അവാർഡാണെങ്കിൽ ചെല്ലപ്പം കൊടുത്താലും വാങ്ങിക്കും. സംശയമുണ്ടോ? ഞാനും വാങ്ങിക്കും. അതുകൊണ്ട് അവാർഡിനാണ് വില, അത് ആര് തരുന്നു എന്നുള്ളതല്ല. ഭയങ്കര വിഷമം തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ഇന്ന് 3 മണി 3 ദിവസമായി ഇന്ന് 3 മണിക്ക് ആസിഫ് അലിയും അത് പറഞ്ഞുകൊണ്ടുകൂടി ഈ ടോപ്പിക്ക് ബഹുമാനപ്പെട്ട MN കാരശ്ശേരി അദ്ദേഹം പറഞ്ഞ പോലെ ആ ടോപ്പിക്ക് ഇവിടെ തീർന്നു. പക്ഷേ നമ്മൾ ചർച്ച നേരത്തെ പ്ലാൻ ചെയ്തതുകൊണ്ട് ഇത് പറയണം. കാരണം സൂര്യകൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കലാകാരന്മാരെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ആ ഒരു വ്യക്തി സൂര്യകൃഷ്ണമൂർത്തിയുടെ ആ ഒരു ഇത് കാണിക്കണം. കാരണം കലാകാരന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സൂര്യകൃഷ്ണമൂർത്തി. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ച് ഓരോ അനുഭവങ്ങളാണ് സ്വയം നവീകരിക്കാനും ഒക്കെ പാഠമാവുന്നതും. ഇവിടെ എനിക്ക് തോന്നുന്നു ആസിഫ് അലി എടുത്തിട്ടുള്ള ഒരു നിലപാട് എനിക്ക് തോന്നുന്നു ശ്രീ രമേശ് നാരായണനും ഒരു സർപ്രൈസോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനും അതൊരു മാതൃകയായിരിക്കുമെന്ന്.